ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കുറച്ച് പെറ്റ്സുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് നിങ്ങൾ പെറ്റ്സിനെ വാങ്ങുന്നത് വെച്ചാൽ അവരുടെ അടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പറയുന്നത് കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് പെറ്റ്സുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം തിരൂരിൽ നിന്നാണ്. പ്രാവുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഹിപ്പിയുടെ ആൽമണ്ട് കളർ 1 കള്ളിയായിട്ടുള്ള ചിക്കാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് അതിന് 300 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് വന്നിരിക്കുന്നത് 3 ക്രോസ് ബേഡുകളാണ് വന്നിരിക്കുന്നത്. 3 കൂടി 500 രൂപേൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 3 ക്രോസ് ബേഡുകൾ 500 രൂപ. മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കുറച്ചധികം പ്രാവുകൾ നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് മുഗിയുടെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 600 രൂപയാണ്. ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ ഡിസ്റ്റൻസിൽ നമ്മൾ എല്ലാ ബ്രീഡേഴ്സിൻ്റെയും നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് വന്നിരിക്കുന്നത് റേസിംഗ് ഹോമറിൻ്റെ 2 ഫീമെയിൽസാണ് വന്നിരിക്കുന്നത്. ഇതിന് രണ്ടെണ്ണത്തിനും കൂടി ഒരു 700 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. റേസിംഗ് ഹോമറിൻ്റെ 2 നല്ല അടിപൊളി ഫീമെയിൽ ബേഡുകൾ 700 രൂപയാണ്. 700 ആണ് റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുക്കാൻ പറ്റണില്ലെങ്കിൽ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വലത്തെ സൈഡിൽ താഴെയായിട്ട് മോർ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. ആ മോർമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ സീരിയൽ നമ്പർ ഡിസൈനത്തിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെയൊക്കെ സീരിയൽ നമ്പറും പ്ലേസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അടുത്ത് വന്നിരിക്കുന്നത് മുഗിയുടെ ഒരു ബ്രീഡിംഗ് പെയർ വിത്ത് 1 ചിക്കൺ വന്നിരിക്കുന്നത്. 700 രൂപയാണ് ഈ 3 റേറ്റ് അവർ ചോദിക്കുന്നത്. ബ്രീഡിംഗ് പെയറും അതുപോലെ ഒരു ചിക്കും 700 തന്നെയാണ് ഇതിൻ്റെ റേറ്റും വന്നിരിക്കുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് റേസിംഗ് ഹോമറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. റേസിംഗ് ഹോമറുകളാണ് കൂടുതലും നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 700 രൂപ തന്നെയാണ്. റേസിംഗ് ഹോമറിൻ്റെ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത് 700. അടുത്തായിട്ട് നമുക്ക് അവിടെ നിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ചൈനീസ് ഔളിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ബ്രീഡിംഗ് മെയിൽ 700 ആണ്. 700 രൂപയാണ് ഇതിൻ്റെ റേറ്റ് തന്നെ അവർ ചോദിക്കുന്നത്. നല്ല അടിപൊളി ഒരു ചൈനീസ് ഔളിൻ്റെ മെയിൽ ബേഡാണ്. ബ്രീഡിംഗ് മെയിലാണ് വന്നിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് റേസിംഗ് ഹോമറിൻ്റെ അടുത്തൊരു ബ്രീഡിംഗ് പെയറാണ്. 700 രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത്. റേസിംഗ് ഹോമർ ബ്രീഡിംഗ് പെയർ. അപ്പോൾ ഈ ബേഡുകളെല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബൾക്കായിട്ട് ഒരുമിച്ചൊക്കെ എടുക്കണമെങ്കിൽ റേറ്റ് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും എല്ലാം ഒരുമിച്ച് എടുക്കുന്ന ആളുകൾക്ക്. അടുത്ത് വന്നിരിക്കുന്നത് ഹിപ്പിയുടെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 800 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി ഹിപ്പിയാണ് വന്നിരിക്കുന്നത്. 800 രൂപയാണ് ഇതിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നുള്ളൂ. അതേപോലെ അവിടെ നിന്ന് നമുക്ക് അടുത്ത് വന്നിരിക്കുന്നത് ബർപ്പൻ്റെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 800 രൂപ തന്നെയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പ്രാവുകളൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നല്ല കുഴപ്പമില്ലാത്തൊരു നോർമൽ റേഞ്ച് ഒക്കെയാണ് റേറ്റ് ആയിട്ട് അവർ പറയുന്നുള്ളൂ. ഹിപ്പി ആയാലും റേസിംഗ് ഹോമറുകളൊക്കെ ആയാലും നല്ല റേറ്റ് കുറവാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വെച്ചൂർ പശുവാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2ാമത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള വെച്ചൂർ പശു 5 മാസം പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒറിജിനൽ വെച്ചൂർ പശുവാണ് വന്നിരിക്കുന്നത്. 40,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് മലപ്പുറത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫാൻഡേലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അമേരിക്കൻ ഫാൻഡേലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 1000 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഫാൻഡേലിൻ്റെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. 1000 രൂപയാണ് അതിന് ചോദിക്കുന്നുള്ളൂ. ഒരു ഫീമെയിൽ കിറ്റനാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. സെമി അഡൾട്ട് 6 മാസം പ്രായമായിട്ടുള്ള ഫീമെയിൽ കിറ്റൻ. തിരുവനന്തപുരം നെടുമങ്ങാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 3500 രൂപയാണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്.
ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. നല്ല അടിപൊളി ഒരു കിറ്റനാണ് വന്നിരിക്കുന്നത്. ഫീമെയിൽ 3500 രൂപ. അടുത്തടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മിനി റെക്സ് റാബിറ്റ്സുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 3 മാസം കഴിഞ്ഞിട്ടുള്ളത്. ഒരു പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 12,000 രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത്. മിനി റെക്സ് വെറൈറ്റിയിൽ വരുന്ന റാബിറ്റുകളാണ്, മുയലുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കൊല്ലമാണ് ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അലിഗേറ്റർ കാറാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 2 ഫീറ്റ് ലെങ്ത് ഉണ്ട്. ഇതിനവർ ചോദിക്കുന്നത് 4,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. റേറ്റ് ഫിക്സഡാണ്. 2 ഫീറ്റ് ലെങ്ത് ഉള്ള അലിഗേറ്റർ കാറ് 4,500 രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. തൃശ്ശൂരാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല, ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ അലിഗേറ്റർ കാറ് 2 ഫീറ്റ് ലെങ്ത് ഉള്ളത് 4,500 രൂപയ്ക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് റോഡ് വീലറിൻ്റെ ഒരു അഡൽട്ട് മെയിൽ ഡോഗാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 10,000 ആണ്. 10,000 രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ അഡൽട്ട് മെയിൽ ഡോഗിനെ റോഡ് വീലറിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അർജൻറ്റ് സെയിലാണ്. 10,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അഡൽട്ട് മെയിൽ ഡോഗ്. അടുത്തായിട്ട് നമുക്ക് ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നാടൻ ഡോഗിൻ്റെ 2 ഫീമെയിൽ പപ്പീസാണ് നമുക്ക് ഇനി കൊടുക്കാനുള്ളത്. ഫ്രീ അഡോപ്ഷനാണ്. അപ്പോൾ ഈ ഫീമെയിൽ പപ്പീസിനെ ആരെങ്കിലും എടുത്ത് വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. നല്ല ഫീമെയിൽ പപ്പീസ്. അപ്പോൾ ഇതിനെ ഫ്രീ അഡോപ്റ്റ് ചെയ്യാൻ ആരെങ്കിലും താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. ബ്രീഡേഴ്സിൻ്റെ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂരാണ് ലൊക്കേഷൻ. ഫീമെയിൽ പപ്പീസ് മാത്രമാണ് ഇവിടെ കൊടുക്കാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പൈത്തൺസ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ആലപ്പുഴയാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കോറൽ ഗ്ലോ ബോൾ പൈത്തനാണ് വന്നിരിക്കുന്നത്. 2.5 ഫീറ്റ് ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇതിന് അവർ ചോദിക്കുന്ന റേറ്റ് 72,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. വിത്ത് ട്രാൻസ്പോർട്ടേഷനാണ്. 2.5 ഫീറ്റ് ലെങ്ത്തുള്ള കോറൽ ഗ്ലോ ബോൾ പൈത്തൻ 72,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വിത്ത് ട്രാൻസ്പോർട്ടേഷനാണ് 72,000 രൂപ അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ പൈത്തൻസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി പൈത്തൻസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അവിടെ നമുക്ക് ആലപ്പുഴ നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. യമൂൻ്റെ ചിക്സ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോഗ്സുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. സെയിം ബ്രീഡർ തന്നെയാണ് വന്നിരിക്കുന്നത്. യമൂൻ്റെ ചിക്സിന് പെയറിന് 56,000 രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 56,000 രൂപ ഒരു പെയറിൻ്റെ റേറ്റ് യമൂൻ്റെ ചിക്സുകൾ. അപ്പോൾ ഇതെല്ലാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ യമൂൻ്റെ ചിക്സ് 56,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. ഒരു പെയറിൻ്റെ റേറ്റാണ് അവർ 56,000 രൂപ ചോദിക്കുന്നത്. അടുത്തായിട്ട് അവിടുന്ന് സെയിം ബ്രീഡർ എന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പപ്പീസുകൾ. ഡാൽമാഷിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. 6,200 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഡാൽമാഷിൻ്റെ നല്ല അടിപൊളി പപ്പീസ് 6,200 രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ആരെങ്കിലും ഡാൽമാഷിൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ പപ്പീസ് അല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡാൽമാഷിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. 6,200 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് അവിടെ തന്നെ സെയിം ബ്രീഡർ എന്നാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. ലാബിൻ്റെ പപ്പീസ്. ലാബിൻ്റെ ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് പപ്പീസ് ഉണ്ട്. ബ്ലാക്കിന് അവർ 6,000 രൂപയാണ് ചോദിക്കുന്നത്. വൈറ്റിന് അവർ ചോദിക്കുന്നത് 5,500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്.